വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഒരു ഓൺ വോയിസ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുണ്ട് കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ആ മിസ്റ്റേക്കൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടുവരാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ ഓൺ വോയിസിൽ വരുമ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുണ്ട് കുറച്ച് നെർവസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പം എനിക്ക് കുറച്ചായിട്ട് വരുന്ന ഒരു കമൻറ്റാണ് ക്ലീനിങ് വ്ളോഗ് ചെയ്യുമോ ചോദിച്ചിട്ട്. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ കോണ്ടൻറ്റിൻ്റെ ഒക്കെ ഭയങ്കര ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളൊരു ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണം പറഞ്ഞു വരുമ്പോൾ എന്തായാലും ആ ഒരു വ്ളോഗ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ക്ലീനിങ് വ്ളോഗ് ചെയ്യാമല്ലോ വിചാരിച്ചു. അപ്പം ഓൾറെഡി ഞാൻ എൻ്റെ ഒരു ക്ലീനിങ് വ്ളോഗിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ റൂമിൻ്റെതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂമിൻ്റെതൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടി എനിക്ക് സിമ്പിളായിട്ടും കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് ആ ഒരു കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ എൻ്റെ മുന്നിൽ കുറേ ഓപ്ഷൻസ് ഇങ്ങനെ നിരന്ന് കിടക്കായിരുന്നു കേട്ടോ. എനിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാനതൊന്ന് കുറച്ചൊക്കെ സെലക്ട് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു വാർഡ്രോബ് ക്ലീനിങ് ചെയ്യാമല്ലോ വിചാരിച്ചു. അപ്പം വാർഡ്രോബ് ഫുള്ളായിട്ടൊന്നുണ്ട് ഒരു ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. ജസ്റ്റ് അതിൽ നോക്കിയപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ മെസ്സി ആയിട്ട് ഏതാണോ കിടക്കുന്നത് അത് ചെയ്യാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ മെസ്സി ആയിട്ട് കിടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആക്സസറീസും രണ്ടാമത്തത് എൻ്റെ മേക്കപ്പ് സ്കിൻ കെയർ പ്രോഡക്റ്റിൻ്റെ ഷെൽഫായിരുന്നു കേട്ടോ. സോ ഞാൻ വിചാരിച്ചു അതിൽ ഏറ്റവും കൂടുതൽ മെസ്സി ആയിട്ട് സ്കിൻ കെയറിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതന്നെ ചെയ്യാമല്ലോ ഉള്ളത്. അപ്പം ഇനി സ്കിൻ കെയർ പ്രൊഡക്ട്സ് അതിൻ്റെ ക്ലീനിങ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ഇനി എന്തെങ്കിലും എന്തോ വലിയൊരു സ്കിൻ കെയറിൻ്റെ ഒരു സംഭവമാണോന്ന് വിചാരിക്കല്ലോ കേട്ടോ. കുറച്ച് സാധനം വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഞാൻ അത്ര ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീനൊന്നും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത്ര സ്കിൻ കെയർ പ്രൊഡക്ട്സോ കാര്യങ്ങളൊന്നും അങ്ങനെ വാങ്ങി വെക്കാറില്ല കേട്ടോ. രണ്ടാമത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കിൻ കെയർ ചെയ്യാറുണ്ട്. ഒരു പ്രോപ്പർ ആയിട്ടുണ്ട് ചെയ്തില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ എനിക്ക് മൂഡ് വരുമ്പോൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് ഈ ഒരു സ്കിൻ കെയർ അതേപോലെ തന്നെ ഡയറ്റ് വർക്കൗട്ട് ഇതൊക്കെ ചെയ്യുന്നത് ഭയങ്കര മടിയായിട്ടുള്ള കാര്യം. സോ ആ ഒരു കാരണം കൊണ്ട് ഞാൻ അധികം പ്രൊഡക്റ്റ് അങ്ങനെ വാങ്ങലില്ല. പിന്നെ ഞാനിനി സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യൽ ഹോം റെമഡീസ് ആട്ടോ. അതാകുമ്പം പ്രത്യേകിച്ച് വലിയ വർക്കത്തൊന്നും വന്നിട്ടില്ലെങ്കിലും മീൻസ് എഫക്റ്റ് ഒന്നും വന്നിട്ടില്ലെങ്കിലോ ഓവർ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യൽ ഹോം റെമഡീസ് ആണ്. ലൈക്ക് നമ്മുടെ അരിപ്പൊടി, ഗോതമ്പൊടി, അതേപോലെ തന്നെ മൈദല്ല നമ്മുടെ കടലപ്പൊടിയൊക്കെ ഇല്ലേ അതൊക്കെ വെച്ചിട്ടുണ്ട് ഫേസ് പാക്ക് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഹെയറിൻ്റെതാണെങ്കിലൊക്കെ കൂടുതൽ അതന്നെ ചെയ്യൽ. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ളത് പ്രൊഡക്റ്റൊക്കെ പറയുന്നത് വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ഇനി സ്കിൻ കെയർ റൂട്ടീന് ക്ലീൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഇനി എൻ്റെ വളരെ വലിയൊരു സ്കിൻ കെയറിൻ്റെ പ്രൊഡക്ട്സ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത് വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കാര്യം പറഞ്ഞിടുന്നത് കേട്ടോ. അപ്പം അത്രയുള്ളൂ. ഇനി വ്ളോഗായിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ ഈ ഒരു സംഭവമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം മെസ്സിയാണുള്ളത്. ഞാൻ ഇവിടെ കുറേ പെർഫ്യൂമിൻ്റെ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ എടുത്തിട്ട് ഇതിലേക്ക് വെച്ചതായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എല്ലാം കൂടി ഒപ്പം എടുത്തിട്ട് ക്ലീൻ ചെയ്യാമല്ലോ വിചാരിച്ച്. ഇതിൽ കുറേ പ്രൊഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്യാത്തതുണ്ട്, കുറേ എണ്ണം ഞാൻ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞതുണ്ട്, കാലിക്കുപ്പികളുണ്ട്, അതേപോലെ തന്നെ യൂസ് ചെയ്യാതെ വെച്ച കുറേ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എടുത്ത് ഒഴിവാക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഒരു സാധനങ്ങളും എടുത്തിട്ട് കളയുന്ന തീരെ ഇഷ്ടമല്ല. എനിക്ക് എന്താണെന്ന് അറിയില്ല, എൻ്റെ എല്ലാ സാധനത്തിൻ്റെ അടുത്തും ഭയങ്കര കമ്മിറ്റ്മെൻറ്റ് ആട്ടോ. കാൽക്കുപ്പി വരെ ഞാൻ അവിടെ വെറുതെ എടുത്ത് വെക്കും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം കേട്ടോ. അത് ഇതല്ല എന്തൊരു സാധനമാണെങ്കിൽ ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും പിടിച്ച് ഒഴിവാക്കില്ല. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാൻ ഇങ്ങനെ സാധനമൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് താഴത്തേക്ക് ഇട്ടിട്ട് വരുത്താൻ എന്നാൽ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യങ്ങളാണ് ഈ അടക്കി ഒതുക്കി സെറ്റാക്കി വെക്കാനുള്ളത്. അപ്പം ഇന്നെങ്കിലും ഒന്ന് സെറ്റാക്കി കുറേ സാധനങ്ങൾ ഇതിന്ന് ഒഴിവാക്കാനുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്ന എൻ്റെ എന്താ പറയുക സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ. ഇതിൽ കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഓ മൈ ഗോഡ്, ഇത് തൂക്കി പിടിച്ചപ്പോൾ തന്നെ എൻ്റെ ഉള്ള സ്റ്റാമിന ഒക്കെ പോയി. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇവിടത്തേക്ക് എടുത്തു കൊണ്ടുവന്നിട്ട് ഈ ബെഡിലേക്ക് അങ്ങോട്ടേക്ക് വെച്ചേക്കാണ്. ഇനി ഇതിന് ഓരോരോ സാധനങ്ങൾ എടുത്തിട്ട് ഒഴിവാക്കാനുണ്ട്. അതേപോലെ തന്നെ കുറേ കഴിഞ്ഞ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചിലതിൻ്റെ പെട്ടി വരെ ഒഴിവാക്കാതെ വെക്കും. എന്തിനാ എനിക്കറിയില്ല, കണ്ടില്ല മഞ്ചിൻ്റെ പെട്ടി വരെ ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒക്കെ ചെറിയൊരു ഭ്രാന്തുണ്ട്. അപ്പം നമുക്കിത് ഓരോന്ന് വെച്ച് ക്ലീൻ ചെയ്യാം ഗൈസ്. എവിടെ സ്റ്റാർട്ട് ചെയ്യണുണ്ടത് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എന്തായാലും ഓരോന്നാക്കിയിട്ട് എടുത്തെടുത്ത് കളയാം. ഈ പെട്ടിയൊക്കെ എന്തിനാ എനിക്കറിയില്ല. എന്തായാലും നമുക്ക് കുറേ സാധനം ഇതിന്
സ്പേസ് കൊടുക്കുക. കുറേ എണ്ണം അങ്ങോട്ടേക്ക് ഒഴിവാക്കി കളാം. അപ്പോൾ ഈ പെട്ടിയൊക്കെ ഞാൻ ഇവിടത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഐ തിങ്ക് ഞാൻ മീഷോന്ന് കുറച്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സെറ്റിൻ്റെ പെട്ടിയാണ്. അപ്പോൾ ഈ പെട്ടി അങ്ങോട്ടേക്ക് ഒഴിവാക്കാം. പിന്നെ എൻ്റെ ഇതിൻ്റെ ഐ ഷാഡോ പാലറ്റ് ആട്ടോ ഗൈസ്. ഇതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ പാലറ്റ് ആയി തോന്നും. എനിക്ക് കുട്ടികളെ സാധനം പോലത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ കുട്ടികളെ തന്നെ കേട്ടോ, വലിയ ആൾക്കാരൊന്നുമല്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്കിത് ഷെയ്ഡ് കറക്റ്റ് ആണെങ്കിൽ കുട്ടികളതാണെങ്കിലും വലിയ ആൾക്കാരതാണെങ്കിലും ഇടാമല്ലോ. അപ്പം ഇത് ഇവിടെ കിടക്കട്ടെ. പിന്നെ ചാർക്കോളിൻ്റെ ഒരു പീൽ ഓഫ് മാസ്ക് ഉണ്ട് കേട്ടോ. വാങ്ങിയിട്ട് കുറച്ചായി, പക്ഷേ അതിനുശേഷം ഈ ഒരു പീൽ ഓഫ് മാസ്ക് സ്കിന്നിന് നല്ലതല്ല കേട്ടത്. പിന്നെ എനിക്കിടാൻ ഭയങ്കര മടി കേട്ടോ. അതിനുശേഷം ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ കുറേ പെർഫ്യൂമുകളുണ്ട്. എനിക്ക് പെർഫ്യൂം അധികമല്ല, ഞാൻ തീരെ യൂസ് ചെയ്യലില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഡിസിനസ് ഫീൽ ചെയ്യും, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യലില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെയൊക്കെ ബോട്ടിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇത്. അപ്പോൾ നമുക്ക് ഓരോരോ ബോട്ടിൽ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ട് നമുക്ക് ഇത് അതേപോലെ തന്നെ ഇവിടെ എടുത്തേക്കാം. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാട്ടോ. ഇത് അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഇതാ ഈ കാണുന്ന പെർഫ്യൂം, അങ്ങനെ 3 പെർഫ്യൂം എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നതാട്ടോ. പക്ഷെ അത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ അതാ ഈ ഒരു പെർഫ്യൂം, ഇത് ഇപ്പോൾ വാങ്ങി തന്നായിരുന്നു, ഞാൻ ഇറാനിൽ പോയപ്പോൾ കൊണ്ടുപോയി തന്നതായിരുന്നു കേട്ടോ. പിന്നെ അതാ ഈ ഒരു പെർഫ്യൂം എൻ്റെ ഫേവറേറ്റ് ആട്ടോ. ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂം പറയുന്നത് ഇതാട്ടോ. കൂടുതൽ ഈ ഒരു സിനമൻ്റെ ഒരു സ്മെല്ല് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് സിനമനൊക്കെ കാണാൻ കഴിയും കേട്ടോ. കണ്ടോ, ഈ ഒരു പെർഫ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതെനിക്ക് എൻ്റെ ആൻറ്റി തന്നതാണ്. ഇത് ഇവിടുത്തതല്ല, ഇതും ഇറാനിലുള്ളതാണ് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാട്ടോ. നല്ലൊരു സിനമൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വന്നിട്ട് നല്ല അടിപൊളി പെർഫ്യൂമാണ്. പിന്നെ അതാ ഈ ഒരു പെർഫ്യൂം കേട്ടോ, ഈ ഒരു ലേഡി ലവ്. ഇതെനിക്ക് എൻ്റെ ഗ്രാനി തന്ന പെർഫ്യൂമാണ് ഗൈസ്. ഗ്രാനി തന്ന പെർഫ്യൂം ഇതാ. ഇതിൻ്റെ ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമില്ലേ കാണാൻ. പിന്നെ വേറൊരു പെർഫ്യൂം ഉണ്ട്, ഞാൻ തൊടാതെ വെച്ചിട്ടുള്ള ഒരു പെർഫ്യൂം ആട്ടോ. പക്ഷേ എനിക്ക് ഇതിൻ്റെ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനത് ആർക്കും കൊടുക്കാതെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ബോട്ടിലല്ല, നല്ല ഭംഗിയില്ല കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലുമാണ്, നല്ല അടിപൊളി ബോട്ടിലും കേട്ടോ. എൻ്റെ ഹെയർ സ്ട്രൈറ്റ്നേഴ്സ് ഗൈസ്, കേള് ഓൾറെഡി കേളായിട്ടുണ്ട് എൻ്റെ ഹെയർ. ഞാൻ എന്തിനാണ് ഈ ഒരു കളർ വാങ്ങിയതുണ്ടത് എനിക്ക് ഇന്നും അറിയില്ല കേട്ടോ. വാങ്ങി വെച്ചതാണ്, ഇന്ന് വരെ ഞാൻ ഈ ഒരു സാധനം യൂസേ ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ ഹെയറിന് ഞാനിത് യൂസേ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. കാരണം ഓൾറെഡി എൻ്റെത് കേളാണ്. ഇത് സ്ട്രെയിറ്റ് ചെയ്യാനല്ലാതെ ഇത് കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് എതിരെ വാങ്ങിയതല്ല. പക്ഷെ ഞാനിത് ആർക്കും കൊടുക്കുകയും ചെയ്യില്ല, ഞാനത് ഒഴിവാക്കുകയും ചെയ്യില്ല. ഇത് ഞാൻ തന്നെ എടുത്തേക്കും. ഒന്നില്ലെങ്കിൽ ഒരു കാഴ്ചക്കെങ്കിലും ഇതൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ എനിക്കെന്തോ ഒരു മനസ്സിനൊരു സന്തോഷം കേട്ടോ. അപ്പം ഇതും ഒന്ന് പൊടി തട്ടിയിട്ട് എടുത്തേക്കാം. ഇതൊക്കെ കുടുങ്ങി പോകുന്നുണ്ട് അങ്ങ്. പിന്നെ എൻ്റെ ഡ്രയർ ഗൈസ്, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ഇത് ഇന്നും കൂടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, കാരണം എനിക്ക് പുറത്തേക്ക് പോകാനുണ്ട്. അതിനെക്കൊണ്ട് തന്നെ ഞാൻ കുളിച്ച് വന്നപ്പോൾ ഹെയർ ഭയങ്കരമായിട്ട് വെറ്റായിട്ട് കിടക്കുക. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഡ്രയറൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തതായിരുന്നു കേട്ടോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒക്കെ മൂച്ചിപ്പോയി. അപ്പം ഈ സാധനമൊക്കെ അവിടെ ഈ കാരണം നമ്മുടെ ശരി. സ്കിൻ കെയർ പ്രൊഡക്ട്സ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു പ്രൊഡക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിലുള്ള ഹോം റെമഡീസ് ആണ് കൂടുതൽ യൂസ് ചെയ്യല്. അതുകൊണ്ട് തന്നെ എൻ്റെ അധിക സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലായിരിക്കും ഉണ്ടാവുക. ഫേസ് പാക്കൊക്കെ ഞാൻ ഡെയിലി ഇടുന്ന ഫേസ് പാക്കൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് കേട്ടോ. അതൊക്കെ ഹോം റെമഡീസ് ആണ്. ഞാൻ അധികം ഹോം റെമഡീസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു സ്കിൻ കെയർ പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ബൈ ചാൻസ് കണ്ടാൽ മാത്രമായി. സോ ഗൈസ്, ഈ ഒരു വ്ളോഗ് കംപ്ലീറ്റ് അല്ല, ഇത് എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ കഴിയുന്നില്ലായിരുന്നു. വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലായിട്ട് കൂടിപ്പോയിട്ടോ. സോ ഞാനിത് പാർട്ടായിട്ട് ഇടാലോ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ ഫസ്റ്റ് പാർട്ടാണ്. ഇതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ നെക്സ്റ്റ് ഡേയ്സിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. ടാറ്റാ.